നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരയും പുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരയും പുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. എന്നാ ഏകാദശിക്ക് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. മറ്റന്നാൾ ഏകാദശിയാണ്. നാളെ ദശമി ദിവസം മുതൽ തന്നെ എല്ലാവരും വ്രതം ആരംഭിക്കും എന്ന് വിചാരിക്കുന്നു. ദശമി ദിവസത്തിൽ ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിക്കുകയും, അരിയാഹാരം കഴിക്കുമ്പോൾ ആലോചിച്ചോളൂ കേട്ടോ, നിങ്ങൾ ചോറ് വിളമ്പുകയാണെങ്കിൽ ആദ്യം തന്നെ വിളമ്പുമ്പോൾ ഇനഫ് ആയിട്ടുള്ള ചോറ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കൂ. രണ്ടാമത് വിളമ്പിയാൽ പോലും രണ്ടാമത് കഴിച്ചതായിട്ട് കണക്കാക്കൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അരിയാഹാരം ഒരു തവണ മാത്രം എടുക്കുകയും അതിനുശേഷം മറ്റന്നാൾ ശുദ്ധോപവാസം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പാലും പഴവും മാത്രം കഴിച്ച് നോക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുക്ക് പോലുള്ള അതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. ഇതാണ് ഏകാദശിയുടെ രീതികൾ. അത് കഴിഞ്ഞാൽ ദ്വാദശിയുടെ അന്ന് രാവിലെ പാരണ വീടേണ്ട സമയത്ത് തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാം. ഇനി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ഏകാദശി മുതൽ പുതിയതായിട്ടൊരു കാര്യം ആരംഭിച്ചാലോ? നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പുതിയ കാര്യം, ഇതിപ്പോൾ ഡിസംബർ 1-ാം തീയതിയാണ്. അപ്പോൾ ഒരു 1-ാം തീയതി തുടങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്സാഹം ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാട്ടോ, ഒരു 25-ാം തീയതി ഒക്കെ കഴിഞ്ഞാൽ ഇനി അടുത്ത മാസം ആവാം, അങ്ങനെ മാറ്റി വയ്ക്കുന്ന കുറെ മടിച്ചുകളായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ ഇതില്. അവർക്കും ഒരു ഉത്സാഹമായിരിക്കില്ലേ ഇപ്പൊ 1-ാം തീയതി തുടങ്ങാന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഡിസംബർ 1-ാം തീയതി മുതൽ പുതിയതായിട്ടൊരു കാര്യം ആരംഭിക്കാൻ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നമുക്ക് ഒരു വർഷത്തില് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ ഒരു മാസത്തില് 1 ലക്ഷം എന്ന കണക്കിൽ 12 മാസം കൊണ്ട് 12 ലക്ഷം നാരായണ നാമം ചൊല്ലി സമർപ്പിച്ചാലോ? നിങ്ങളിൽ എത്ര പേരുണ്ട് എൻ്റെ കൂടെ? 12 ലക്ഷം നാമം എന്ന് പറയുമ്പോൾ അങ്ങനെ ചൊല്ലി 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 ഒരു 4 ലക്ഷം നാമമായാൽ തന്നെ അക്ഷരലക്ഷം നാമം ജപിക്കലാവും അല്ലേ? അപ്പൊ നമുക്ക് അതേമാതിരി അക്ഷരലക്ഷം എന്ന് പറഞ്ഞാലേ ഈ നാമത്തിന് എത്ര അക്ഷരങ്ങളുണ്ടോ അത്രയും ലക്ഷം നാമം. അപ്പൊ നാരായണ എന്നത് 4 അക്ഷരമായതുകൊണ്ട് 4 ലക്ഷമായാൽ തന്നെ അക്ഷരലക്ഷമാവും അല്ലേ? ജപിച്ച് 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 നമുക്കും സിദ്ധി വരാൻ വന്നാലോ ഒരു പക്ഷേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പുതിയ തുടക്കം എന്ന രീതിയിൽ ഡിസംബർ 1-ാം തീയതി മുതൽ 3300 നാമമാണ് ഒരു ദിവസം ഒരാൾ ജപിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് 12 ലക്ഷം നാമം ജപിക്കാൻ പറ്റും. അത് തന്നെ ഒരു മാസം കൊണ്ട് 1 ലക്ഷം നാമം, ഒരു വർഷം കൊണ്ട് 12 ലക്ഷം നാമം ജപിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ? എൻ്റെ ഈ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കമൻസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നാമം കൂടുതലായിട്ട് എഴുതുന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അത്രേ ഉള്ളൂ. പക്ഷെ നാമം അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നാമം ജപിക്കൂ, എന്നിട്ട് ആ നാമം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, സാധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. എണ്ണാതെ കുറേ നേരം നാമം ജപിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ഉത്തമരാണ്, അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ. അരമണിക്കൂർ മതി നമുക്ക്. എത്ര സ്പീഡ് കുറഞ്ഞ നാമം ജപക്കാർക്കും അരമണിക്കൂർ ഉണ്ടെങ്കിൽ 3000-ത്തിലധികം നാമം ജപിക്കാൻ സാധിക്കും. അരമണിക്കൂർ നാരായണ നാമത്തിനായിട്ട് എല്ലാ ദിവസവും മാറ്റിവെക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരു മാസം കൊണ്ട് 1 ലക്ഷം നാമം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. അപ്പോഴോ 12 ലക്ഷം നാമം ഒരു വർഷം കൊണ്ട് നമുക്ക് സാധ്യമാവും. നമുക്കൊന്ന് ഇന്നു മുതൽ അതൊരു ചാലഞ്ചായി ഏറ്റെടുക്കാം. ഇന്നു മുതലല്ല, മറ്റന്നാൾ മുതൽ. അങ്ങനെ ഡിസംബർ 1-ാം തീയതി മുതൽ അതിനൊരു ചാലഞ്ചായി ഏറ്റെടുക്കാം. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ഏകാദശി ആകുമ്പോഴേക്കും നമുക്ക് 12 ലക്ഷം നാമം ഓരോരുത്തരും ജപിച്ച് ഉണ്ടാവട്ടെ. അങ്ങനെ ചെയ്യാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയും കൂടി വേണം കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സത്സംഗത്തിൽ സവിതയും കുറേ ആളുകളും കൂടെ വന്നിരുന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറയും. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ തന്നെ മറക്കും, നിങ്ങളും ഉറക്കില്ല. ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനൊരു
ഒരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. അപ്പം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ആദ്യം തന്നെ നമസ്കരിച്ചിട്ട്, ഉണ്ണീ കൃഷ്ണ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അടുത്ത വർഷമാകുമ്പോഴേക്കും 12 ലക്ഷം നാമം ജപിക്കാനായിട്ട്, അതിന് അങ്ങ് തന്നെ അനുഗ്രഹിക്കണം, എല്ലാ ദിവസവും ഇത്രയും നാമം ജപിക്കാൻ അങ്ങ് എന്നെ അനുഗ്രഹിച്ചു കൊണ്ട് നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് നമസ്കരിച്ചോളൂ. ബാക്കി അദ്ദേഹം ഇട്ടോളും. എന്നിട്ട് നമുക്ക് ഇന്ന് മുതലല്ല, മറ്റന്നാൾ മുതൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ തയ്യാറാണ് എന്നുള്ള ആൾക്കാരൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ. അതെനിക്ക് കേൾക്കാൻ സന്തോഷമാണ്. നാമങ്ങൾ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്, ഇന്നത്തെ ചോദ്യത്തിലേക്ക് ഷിമി എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, സവിതോപ്പോളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കരുത്, ചോദ്യത്തിലൂടെ അതിൻ്റെ ഉത്തരത്തിലൂടെ അനേകം കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്, ഒരു പുതിയ കഥ അറിയാൻ സാധിക്കുന്നുണ്ടെന്ന്. ഞാൻ വേണമെന്ന് കരുതിയിട്ട് ഒഴിവാക്കിയതല്ല കേട്ടോ. അതെന്തായാലും ഉണ്ടാവും ചോദ്യങ്ങൾ. ഈ ഏകാദശി വിശേഷങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട്, പിന്നെ എൻ്റെ പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഡെയിലി ഷൂട്ടാണ്, അപ്പോൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ആ ചോദ്യങ്ങൾ വരാത്തത്. കാത്തിരിക്കും, ഞാൻ ചോദ്യങ്ങൾ വീണ്ടും ഉൾപ്പെടുത്താം കേട്ടോ. അടുത്തതായിട്ട് നന്ദൂട്ടി റോക്സ് എന്ന ഐഡിയിൽ നിന്നാണ്, വീടിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. വീട് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ വീടിന്റെ രൂപം വാങ്ങി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നാണോ ചേച്ചി ഉദ്ദേശിച്ചത്? അതൊന്ന് വ്യക്തമായി പറഞ്ഞു തരുമോ? ഞാൻ ഡിസംബർ 20-ാം തീയതി വരുന്നുണ്ട് എന്നാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ആൾരൂപം എടുത്തു വയ്ക്കുക എന്നൊരു വഴിപാടുണ്ട്. അതൊരു ഭണ്ഡാരത്തിൻ്റെ മുകളിലായിട്ട് മനുഷ്യൻ്റെ ആൾരൂപം, അതായത് മനുഷ്യൻ്റെ ഫുൾ ബോഡി ആയിട്ടും, അതല്ല തൊഴുതു നിൽക്കുന്ന രൂപമായിട്ടും, അതല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ ഓരോ ബോഡി പാർട്സ് ആയിട്ടും ഒക്കെയുള്ള രൂപങ്ങൾ ചെറിയ ഫോമിൽ അവിടെ വാങ്ങാൻ കിട്ടും. വാങ്ങുക എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങുകയല്ല കേട്ടോ. അവിടെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു കാവൽക്കാരി അമ്മയും ഉണ്ടാവും. അവരോട് പറഞ്ഞാൽ മതി നമുക്ക് ഏത് രൂപമാണ് വേണ്ടതെന്ന്. കൈ വേണോ, കാല് വേണോ, കണ്ണ് വേണോ, മൂക്ക് വേണോ, അതിലേത് രൂപമാണ് വേണ്ടതെന്ന്. അതേപോലെ തന്നെ അവിടെ വീട്, കാറ്, ആന, ആമ ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ നമുക്ക് ഏത് രൂപമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവരെടുത്ത് നമ്മുടെ കയ്യിൽ തരും. അപ്പം നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അതേ രൂപം അവിടെ തന്നെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ തന്നെ വെച്ചതിന് ശേഷം ആ ഭണ്ഡാരത്തിൽ തന്നെ ഒരു തുക നിക്ഷേപിക്കുക. ഇത്ര തുക എന്നൊന്നുമില്ല കേട്ടോ, യഥാശക്തി ഒരു എമൗണ്ട് നിക്ഷേപിക്കുക. ഇതിനെയാണ് ആൾരൂപം എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ വീടെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ. ബിന്ദു എന്ന ഭക്ത വെച്ചിട്ടുണ്ട്, പീരീഡ്സ് ആയിട്ട് 5-ാം ദിവസം ഏകാദശി നോൽക്കാമോ? നോൽക്കാം കേട്ടോ. 5-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ഏകാദശി നോൽക്കാം. അടുത്തതായിട്ട് കളഭം എവിടെ നിന്നാണ് കിട്ടുക? വഴിപാട് കഴിക്കുമ്പോഴാണോ എന്നാണ്. ആദിൽ എന്ന ഭക്തയാണോ? എനിക്ക് മനസ്സിലായില്ല, പേര് മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചിരിക്കണേ കേട്ടോ. ഭക്തനാണെന്ന് വിചാരിക്കുന്നു, വേറെ ഐഡിയ നിന്നാണെന്നും മനസ്സിലാവുന്നു കേട്ടോ. അപ്പോൾ കളഭം കിട്ടിയ കളഭം ഷീട്ടാക്കിയാൽ തന്നെയാണ് കേട്ടോ. കളഭം ഷീട്ടാക്കുമ്പോൾ ഒരാഴ്ച ഒരാൾക്ക് ഒരു ഭക്തന് തൊടാനുള്ള കളഭം എന്ന് പറഞ്ഞാൽ ഏകദേശം 60 രൂപയ്ക്ക് ചെറിയൊരു പാക്കറ്റ് കിട്ടും. അത് ഒരാഴ്ചയൊക്കെ തൊടാനുണ്ടാവും. അതേമാതിരി അഹസ വഴിപാട് ഷീട്ടാക്കുമ്പോൾ നമുക്കതിൽ 10 പാക്കറ്റ് കളഭം കിട്ടും കേട്ടോ, ഇതുപോലത്തെ പാക്കറ്റ്. ഇനി ഒരു ഉരുള കളഭം ഷീട്ടാക്കണമെങ്കിലോ അതിന് നമുക്ക് 1800 രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടതെന്ന് തോന്നുന്നു. ഉഴുക്കാപ്പ് ചേർത്തുക എന്ന് പറഞ്ഞ വഴിപാടിനും കളഭം നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം കളഭം തന്നെയാണ് ഷീട്ടാക്കേണ്ടത്. അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, അമ്മമാർ പ്രഗ്നൻസി സമയത്ത് ഭഗവാനെ ഓർത്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലമായിട്ട് മക്കളും ഭഗവാനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? തീർച്ചയായിട്ടും, എന്താ സംശയം. നമ്മുടെ മുമ്പിൽ അഭിമന്യു ഉദാഹരണമായിട്ടുണ്ട്, അതേപോലെ പ്രഹ്ലാദൻ ഉദാഹരണമായിട്ടുണ്ട്. പ്രഹ്ലാദനാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഭക്തോത്തമനായത് എങ്ങനെയാണ്? കയാതു ആ ഗർഭകാലത്ത് ഗർഭാവസ്ഥയിൽ മുഴുവനും ഭഗവാനെ കുറിച്ചുള്ള അനുസ്മരണത്തിലായിരുന്നു. നാരദ മഹർഷിയായിരുന്നു ഉപദേശിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അത് കേട്ടാണ് പ്രഹ്ലാദൻ ഒരു വിഷ്ണു ഭക്തനായി മാറിയത്, ഹരിശരണം എന്ന് പറയാൻ പഠിച്ചത് എന്നാണ് നമ്മൾ കേട്ടിരിക്കണേ അല്ലേ. ഇനി അഭിമന്യുവിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഗർഭസ്ഥ ശിശു ആയിരുന്ന സമയത്ത് സുഭദ്രയുടെ വയറ്റിൽ ഇരുന്നു കൊണ്ട്
അഭിമന്യു കേട്ടതാണ് ആ പത്മവ്യൂഹം ഭേദിക്കുന്ന രീതി എങ്ങനെയാണെന്ന്. അതാണ് ആ കുഞ്ഞിന് പത്മവ്യൂഹം ഭേദിച്ച് ആ യുദ്ധകളത്തിൽ പോരാടാൻ സാധിച്ചത്. അപ്പൊ ഗർഭസ്ഥ ശിശു എന്താണോ കേൾക്കുന്നത് അത് തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും തന്നെയാണ് ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് സുരേഷ് എന്നൊരു ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്നെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞത് സവിത കുറച്ച് പുരോഗമനവാദിയാണ് എന്നാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഏകാദശി നോൽക്കുമ്പോൾ ഗോതമ്പ് കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പുരോഗമനവാദിയാണ്. ഞാൻ ഭജിക്കുന്നത് പ്രതിനിമിഷം നവീനനെയാണ്. ഓരോ നിമിഷവും പുതിയ 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 കാര്യങ്ങളിലോട് അത്രയധികം കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ആ ഉണ്ണികൃഷ്ണനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന. അതുകൊണ്ട് ഞാൻ പുരോഗമനവാദി തന്നെയാണ്. പക്ഷെ അങ്ങ് പറഞ്ഞ ഈ പുരോഗമനം ഉണ്ടല്ലോ, ഏകാദശിയുടെ കാര്യത്തിൽ ഞാൻ പുരോഗമനപരമായിട്ടല്ല ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ കുറെ പഴയ കാലത്തേക്കാണ് ചിന്തിച്ചിരിക്കണേ. കാരണം എൻ്റെ മുത്തശ്ശിയൊക്കെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ ഏകാദശിയും നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 24 ഏകാദശിയും നോൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റ് അശുദ്ധികളൊന്നും ഇല്ലാത്തതുകൊണ്ട് 24 ഏകാദശിയും നോൽക്കാൻ പറ്റാറുണ്ട്. ഈ 24 ഏകാദശിയും നോൽക്കുന്നത് മുത്തശ്ശി രാവിലെ എന്താ പറയുക, കപ്പ എന്ന് ടപ്പിയൊക്ക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഇവിടെ കൊള്ളി എന്നാണ് പറയുക. ഈ കൊള്ളിയും നിലക്കടല അത് വേവിച്ചതും കഴിക്കും, പാല് കുടിക്കും. ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറാണ് കഴിക്കുക, അമ്പലത്തിലെ രസകാളനും കൂട്ടിയിട്ടാണ് കഴിക്കുക. വൈകിട്ട് മുത്തശ്ശി റവ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് നോൽക്കുക. അപ്പൊ അന്നത്തെ ദിവസം ഏകാദശി നോൽക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എത്രയോ പേര് എനിക്ക് ഈ കമന്റിൽ എന്നെ എഴുതിയിട്ടുണ്ട്, കുറെ കാലമായിട്ട് ഗോതമ്പ് കഴിച്ചിട്ടാണ് ഏകാദശി നോൽക്കുന്നത്. അപ്പൊ അവർക്കൊന്നും ഏകാദശി ഇല്ല എന്ന് പറയാനൊന്നും ഞാൻ തയ്യാറല്ല കേട്ടോ. ഏകാദശി അവർ നോറ്റതൊക്കെ തെറ്റാണ്, ഇപ്പോഴത്തെ ആൾക്കാർ പറയണതാണ് നോൽക്കേണ്ടത്, അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയാണോ ഏകാദശി നോറ്റിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, അവരോട് ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമോ അത്രയും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ശുദ്ധോപവാസം എടുക്കാം. അതാണ് ഏറ്റവും ഉത്തമമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരും ജീവിതശൈലി രോഗമുള്ള ആൾക്കാരും അവരോടൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താലേ ഭഗവാൻ പ്രത്യക്ഷപ്പെടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഭഗവാൻ അങ്ങനെയല്ല. എൻ്റെ ഭഗവാനെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഭഗവാൻ എന്ത് ചെയ്താലും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ പുരോഗമനവാദിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നാരായണീയത്തിൻ്റെ ഏറ്റവും നല്ല വിവരണം ഡോക്ടർ BC ബാലകൃഷ്ണൻ്റെതാണ്. പദാനുപത അർത്ഥവും സാരാർത്ഥവും വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. സവിതയ്ക്ക് കൂടി വേണ്ടിയാണ് ഇത് പറഞ്ഞത്. എനിക്ക് ഇങ്ങനൊരു ഉപദേശം തന്നതിന് അങ്ങയോട് വളരെയധികം ബഹുമാനമുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു ഗുരുനാഥൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ. കാരണം തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം എനിക്ക് പദാനുപത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു അർഹത എനിക്കുണ്ട് എന്ന് ബോധ്യമാവുന്നു, എന്നെ എന്ന് ബോധ്യപ്പെടുത്തി തരുന്നു എൻ്റെ ഗുരുവായൂരപ്പൻ, അന്ന് നാരായണീയം വരും. അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ കേട്ടോ. കാരണം എനിക്കിത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം കഴിവുണ്ടോ അറിവുണ്ടോ എന്നുള്ള സംശയവും കോൺഫിഡൻസ് ഇല്ലായ്മയും മാത്രമാണ് ഞാൻ നാരായണീയം ക്ലാസ് തുടങ്ങാൻ വൈകിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ എന്നും ഗുരുവായൂരപ്പനോട് പറയുന്നുണ്ട്. പക്ഷെ അതിന് എൻ്റെ ഉള്ളിലും കൂടി ഇരുന്ന് ഭഗവാൻ പറയണ്ടേ, ശരി എന്നാൽ സവിത തുടങ്ങിക്കോളൂ എന്ന്. അതല്ലാതെ എനിക്ക് ഒരാളെയും മറ്റും ഞാൻ ഫോളോ ചെയ്യില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരാളെ വിശ്വാസമുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ഫോളോ ചെയ്യൂ. എല്ലാ കാര്യത്തിനും നിങ്ങൾ അയാളെ ഫോളോ ചെയ്യൂ. അതല്ലാതെ നിങ്ങൾ ഇവിടെ കുറച്ച് കേട്ടു അവിടെ കുറച്ച് കേട്ടു അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ വരും. ഭക്തി ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. പല 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 ആചാര്യന്മാരെ ഫോളോ ചെയ്താൽ നമുക്ക് അത് ചെയ്താൽ തെറ്റാണോ ഇത് ചെയ്താൽ തെറ്റാണോ ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഭക്തി ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാവണം. ഞാൻ തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരിയെ അല്ലാതെ മറ്റൊരാളെയും ഗുരുസ്ഥാനത്ത് കാണുന്നില്ല. ഒരു യൂട്യൂബേഴ്സിൻ്റെ പിന്നാലെ ഞാൻ പോയില്ല. അദ്ദേഹം എന്താണോ പറയണത് അത് മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. അങ്ങനെ അല്ലാത്തത് ചിലപ്പോൾ എനിക്ക് യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് തോന്നിയാൽ ഞാനൊരു കൺഫർമേഷന് വേണ്ടി അദ്ദേഹത്തിനെയും കൂടി കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അതേമാതിരിയാണ് ഈ റീസെൻ്റ്ലി എനിക്ക്
ഈ തൃപ്രയാറ്റ് തേവര്, അത് മാത്രമല്ല ഈ നാലമ്പലം ദർശനത്തിന്റെ സമയത്തുള്ള 4 വിഗ്രഹങ്ങളും ദ്വാപരയുഗത്തിലെ ഉണ്ടായിരുന്നതാണെന്നും ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്നതാണെന്നും ഒരറിവ് കിട്ടി. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാൻ നേരെ അദ്ദേഹത്തിനെയാണ് വിളിച്ചത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഏതെങ്കിലും പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് അങ്ങേക്ക് അറിയുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ഔചിത്യമുണ്ട് അതിൽ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു പുസ്തകത്തിലും അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനെ നിരാകരിക്കുന്നില്ല. കാരണം നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മപത്നിമാരിൽ ഒരാളായിരുന്നു ജാംബവതി. ജാംബവാന്റെ സംരക്ഷണത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ജാംബവാനാണ് അച്ഛൻ. ജാംബവാൻ ശ്രീരാമഭക്തനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മകളെ ആ രാമഭക്തി പഠിപ്പിക്കാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ രാമഭക്തയായിട്ടുള്ള ജാംബവതിക്ക് ഒരു പക്ഷേ ഒരു വിവാഹ സമ്മാനമായിട്ട് ഒരു ശ്രീരാമ വിഗ്രഹം കൊടുത്തുകൂടായികയില്ല. ഇനി അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും രാമഭക്തയായ ജാംബവതിക്ക് ഒന്ന് ശ്രീരാമനെ ആരാധിക്കാൻ ഒരു വിഗ്രഹത്തോടു കൂടിയ ക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പണിതിരിക്കും, അത് ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമാണ് അല്ലേ? ആ ഒരു ഔചിത്യം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ 4 വിഗ്രഹങ്ങളും ദ്വാപരയുഗത്തിൽ അവിടെ ഇരുന്ന് ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്ന്. ഇതേമാതിരി നമുക്ക് കേട്ടാൽ അത് ശരിയാകാമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അതാണ് എൻ്റെ ഗുരു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗുരുസ്ഥാനത്ത് ഒരാളുണ്ട്. ഇല്ല, ഭഗവാന്റെ മാത്രം അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും ലേറ്റായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ കണ്ടെത്താൻ സാധിച്ചതും. അദ്ദേഹത്തിനെ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ മുമ്പേ അറിയാവുന്നതാണ് കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ശിഷ്യയായിട്ട് എന്നെ സ്വീകരിക്കാം എന്ന് തോന്നാൻ കാരണം ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഭഗവാന്റെ നടയിൽ വെച്ചാണ് ഞാൻ ഇങ്ങനൊരു ആവശ്യം അദ്ദേഹത്തിനെ അറിയിച്ചതും അദ്ദേഹം അത് സ്വീകരിച്ചതും. അദ്ദേഹം അത് സ്വീകരിക്കുന്നതിന് മുമ്പ് തിരുവമ്പാടി ഉണ്ണികൃഷ്ണനോടാണ് ചോദിച്ചത്. അദ്ദേഹം സമ്മതിച്ചതിന് ശേഷം എടത്തരികത്ത് കാവിലമ്മയുടെ നടയിൽ വെച്ച് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം എന്നെ ശിഷ്യയായിട്ട് അംഗീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിനി മറ്റൊരു ഗുരുനാഥന്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞത് ഞാൻ ചാനലിലൂടെ പറയുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. ഡോക്ടർ BC ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് അദ്ദേഹം, എങ്ങനെയാണ് യൂട്യൂബിൽ കിട്ടുക അതെനിക്കറിയില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട്, നമസ്കാരം സവിതാ ഗുരുവായൂർ ഏകാദശി അനുബന്ധിച്ച് ദശമി പകൽ ഭഗവാന്റെ നട തുറന്നാൽ ദ്വാദശി പകലല്ലേ നട അടയ്ക്കുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഏകാദശിക്കും ദ്വാദശിക്കും നിർമാല്യമുണ്ടോ? സവിത, ഒരു ചോദ്യം കൂടി. അറിഞ്ഞും അറിയാതെയുമായ ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമോ? ചില കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. സോ അതിന് പ്രായശ്ചിത്തമായിട്ട് വേണ്ടത് ഭഗവാൻ എന്ത് ചെയ്യാനാണ്? സവിതയ്ക്ക് ഭഗവാൻ ഇപ്പോൾ തോന്നിപ്പിച്ചത് എന്താണെന്ന് പറയാമോ എന്നാണ്. ലക്ഷ്മി പ്രസാദ് എന്ന ഭക്തയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദ്വാദശി പകൽ നട അടയ്ക്കുമ്പോൾ അപ്പോൾ 2 ദിവസം നിർമാല്യം ഇല്ല. നട അടയ്ക്കലില്ലാത്ത കാരണം നിർമാല്യ ദർശനം എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ദർശനങ്ങളാണ്. എന്നാൽ ഓരോ പൂജയ്ക്ക് അടയ്ക്കലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഏകാദശിയുടെ ദിവസം കുറച്ചധികം നേരം നമ്മൾ വരിയിൽ നിൽക്കേണ്ടി വരും. അന്ന് ഉദയാസ്തമന പൂജയുണ്ട്. അപ്പോൾ പൂജയ്ക്ക് അടയ്ക്കലും തുറക്കലും എന്തായാലും അവിടെ നടക്കും. സാധാരണ പൂജകൾക്കുള്ള നടയടക്കലും തുറക്കലും മാത്രമാണ് ഉള്ളത്. അതല്ലാതെ നടയടച്ചിട്ട് ആ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ നട തുറക്കുക, അങ്ങനെയുള്ള സമ്പ്രദായം, അങ്ങനെയുള്ള നിർമാല്യം ഈ 2 ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അടുത്തതായിട്ട്, തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം. എന്തപരാധവും അദ്ദേഹത്തിനോട് പറഞ്ഞ് മാപ്പപേക്ഷിക്കാം. അടുത്തതായിട്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്ത് വഴിപാടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പിടി പണം എണ്ണാതെ എടുത്ത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിക്കാം. അത് എന്തിനും നല്ലതാണ് കേട്ടോ. ഇന്നതിന് എന്നൊന്നുമില്ല. എൻ്റെ അച്ഛനൊക്കെ പണ്ട് എന്ത് കാര്യത്തിന് കൺഫ്യൂഷൻസ് വരുമ്പോഴും അദ്ദേഹം ഇങ്ങനെയാ ചെയ്യുക, എണ്ണാതെ ചില്ലറ. അദ്ദേഹം ഒരു അമ്പലത്തിലെ മേൽശാന്തി ആയിരുന്നു. അപ്പൊ ചില്ലറയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല. ചില്ലറയായിട്ട് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ എണ്ണാതെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇത് സ്വീകരിച്ച് ഇന്ന കാര്യം വേണ്ടതുപോലെ ആക്കി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് സോപാനപ്പടിയിൽ സമർപ്പിച്ച് നമസ്കരിക്കാറാണ് പതിവുള്ളത്. അപ്പോൾ ആ അച്ഛൻ്റെ മകൾ എന്ന നിലയിൽ എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. പിടിപ്പണം കൊണ്ടുപോയി ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ. പ്രായശ്ചിത്ത പണം എന്നുകൂടി ഈ പിടിപ്പണത്തിന് ഒരു പേരുണ്ട്. പ്രായശ്ചിത്തം, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചാൽ പ്രായശ്ചിത്തം
പ്രായശ്ചിത്തപ്പണം വെച്ച് നമസ്കരിക്കുക. അതല്ലാതെ എന്തെങ്കിലും പുതിയ ഉദ്യമത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടെങ്കിൽ അത് ഭംഗിയാക്കാനും ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ ഈ ഒരു പിടിപ്പണം സമർപ്പിച്ചാൽ സാധിക്കും എന്നാണ് പൂർവികര് അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് കാര്യം. അടുത്തതായിട്ട് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഷിമിയുടെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് രേണുകാദേവി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം, അടിമ കിടത്തുന്ന ചടങ്ങ് കഴിഞ്ഞ് പിന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ നമുക്ക് കണ്ണനെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ പോയാൽ മതിയോ, അല്ലെങ്കിൽ എല്ലാ വർഷവും മുടങ്ങാതെ പോകണം എന്നുണ്ടോ എന്ന്? നമ്മുടെ ഇഷ്ടമാണ്. അടിമ കിടത്തി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് കൊടുത്തു കഴിഞ്ഞു ആ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പൻ നോക്കും. പിന്നെ എല്ലാ വർഷവും പോവാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതും ഭഗവാൻ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭഗവാൻ വിളിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ വന്ന് തൊഴാൻ സാധിക്കുക. മൂകാംബിക അമ്മയെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ചാലേ നമുക്ക് മൂകാംബികയിൽ എത്താൻ പറ്റുള്ളൂ എന്ന്. അതേമാതിരി ഗുരുവായൂരപ്പൻ വിളിച്ചാലാണ് നമുക്ക് ഇവിടെ വന്ന് തൊഴാൻ സാധിക്കാന്ന്. അപ്പോൾ എല്ലാ വർഷവും വന്ന് കണ്ടു തൊഴണം തന്നെയായിരിക്കും എല്ലാ ഭക്തന്മാരുടെയും ആഗ്രഹം. അത് ഭഗവാൻ തീരുമാനിക്കുന്നതിന് വിട്ടുകൊടുക്കുക. അല്ലാതെ അങ്ങനെ ഒരു നിർബന്ധം പറഞ്ഞ് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. അടിമ കിടത്തിയാൽ പിന്നെ എല്ലാ വർഷവും വന്നില്ലെങ്കിൽ ദോഷം, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് പ്രീത KP എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകൻ എക്സാമിൽ പാസ്സാവാൻ ഏത് ദശകമാണ് ചൊല്ലേണ്ടത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാരായണീയത്തിലെ 82ാമത്തെ ദശകത്തിന് എപ്പോഴും ആ ഒരു നായകം അല്ലെങ്കിൽ വിജയമാണ് അതിൻ്റെ ഫലസിദ്ധി എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നാരായണീയത്തിലെ 82ാമത്തെ ദശകം ബാണയുദ്ധമാണ്. മമ്മിയൂരപ്പനും മമ്മിയൂരപ്പനും അതേപോലെ നമ്മുടെ ഗുരുവായൂരപ്പനും ഒരുമിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതാരാണോ അനുസ്മരിക്കണത് അവർക്കൊക്കെ ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന്. അപ്പൊ അങ്ങനെ ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് നാരായണീയം ഒന്ന് വാങ്ങണമെന്നുണ്ട്, ഏതാണ് വാങ്ങേണ്ടതെന്ന് വിശദമായിട്ട് പറയാമോ എന്ന ആരതി എസ് എന്ന ഐഡിയയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണീയം വനമാല വ്യാഖ്യാനം എന്ന പേരിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിദ്ധീകരണം വാങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പദാനുപദ അർത്ഥം അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സംസ്കൃതം അറിയാത്ത ആളുകൾക്കും അർത്ഥം ഒന്ന് നോക്കണമെങ്കിൽ ഒരു റെഫറൻസിന് ഏറ്റവും നല്ലത് വനമാല വ്യാഖ്യാനമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വായിക്കാൻ കൂടുതൽ സുഖമുള്ളത് കുറച്ചുകൂടി വലിയ അക്ഷരങ്ങളിലുള്ള നാരായണീയമാണ്. അപ്പോൾ രണ്ടും വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുകയാണെങ്കിൽ പറയാട്ടോ. വലിയ അക്ഷരമുള്ള നാരായണീയം കിട്ടുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ ഒരു എന്താ പറയുക, ഒരു വ്യഗ്രത ഉണ്ടാവും കൂടുതലായിട്ടും. പക്ഷെ അർത്ഥം നമുക്ക് എന്തായാലും റെഫർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വനമാല വ്യാഖ്യാനമാണ് ഏറ്റവും നല്ലത്. അതാണ് ആചാര്യന്മാരെ എപ്പോഴും പറയാറുള്ളത് കേട്ടോ, വനമാല വ്യാഖ്യാനം വായിച്ചോളൂന്ന്. അടുത്തതായിട്ട് കൃഷ്ണകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. വിവാഹം നടക്കാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ്. വിവാഹം നടക്കാൻ വെറ്റിലടയ്ക്ക, സ്വയംവരം, കൃഷ്ണനാട്ടങ്ങളി, ഇതൊക്കെയാണ് കേട്ടോ ഗുരുവായൂരപ്പന് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് രാധിക എന്ന ഭക്ത, അത് ഞാൻ ഇന്നലെ വായിച്ച ചോദ്യമാണ് തോന്നുന്നു അല്ലേ. പാരണ വീടിക്കഴിഞ്ഞാൽ അന്നലക്ഷ്മി ഹാളിൽ അന്നദാനം ഉണ്ടാകുമോ എന്നാണ് അമ്പിളി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ ദിവസം ഏകാദശിക്കും ദ്വാദശിക്കും രാവിലത്തെ ഭക്ഷണം ഉണ്ടാവില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അന്നത്തെ ഉച്ചഭക്ഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അനേകം ഭക്തർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദ്വാദശിയുടെ അന്ന് രാവിലെ നട അടച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നട തുറക്കുമോ എന്ന്. വൈകുന്നേരം സാധാരണ പോലെ നട തുറക്കും. ദ്വാദശിയുടെ അന്ന് വൈകുന്നേരം ശിവേലിയോട് കൂടി തന്നെയാണ് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഒരു സംശയം വരാം, രാവിലെ അടച്ചതല്ലേ, അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം ഉച്ചപൂജ ഒന്നും ഇല്ലയെന്ന്. അന്നത്തെ ദിവസം പന്തീരടിയും ഉച്ചപൂജയും ഒക്കെ നട അടച്ചതിന് ശേഷം ഭക്തജനങ്ങൾ പങ്കെടുക്കാത്ത എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. ഭക്തജനങ്ങൾക്ക് കടത്തിവിടാൻ നിർവാഹമില്ല എന്നേ ഉള്ളൂ. ഉള്ളിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും അതേമാതിരി തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം സാധാരണ പോലെ 3:30 നട തുറന്നു കഴിഞ്ഞാൽ ശിവേലിയോട് കൂടിയിട്ടാണ് അന്നത്തെ ആ ഒരു അടുത്ത നടപടികളെല്ലാം വരുന്നത് കേട്ടോ. അപ്പം അതിൽ വ്യത്യാസമൊന്നും വരണില്ല. ഇനി കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനത്തിനെ കുറിച്ചാണ്. അന്നത്തെ ദിവസം സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഉണ്ടോ, ഉണ്ടാവുമോ, ഉണ്ടാവില്ലേ എന്നാണ്. അന്നത്തെ ദിവസം സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം 3:30 മുതൽ 4:30 വരെയാണ്. ദ്വാദശിയുടെ നല്ല കേട്ടോ, ഏകാദശിയുടെ അന്നത്തെ ദിവസമാണ് ഞാൻ പറയണത്.
രാവിലെ 3:30 മുതൽ 4:30 വരെയാണ് ഉണ്ടാവുക. പിന്നെ വൈകിട്ട് 5 മണിക്കേ ഉണ്ടാവുള്ളൂ. 5 മണി വരെ, രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സ്പെഷ്യൽ ക്യൂ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്, നെയ്വിളക്ക് ഒഴികെ. നെയ്വിളക്ക് ഉണ്ടാവും, പക്ഷേ സ്പെഷ്യൽ ക്യൂ സംവിധാനങ്ങൾ, അതായത് സ്റ്റാഫിന്റെ ക്യൂ, പ്രാദേശികം, ഈ സീനിയർ സിറ്റിസൺ, ചോറ് കൊടുത്ത കുട്ടികളുടെ, അങ്ങനെയുള്ള ഒരു ക്യൂ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, വൈകുന്നേരം 5 മണി തൊട്ടിട്ട് സാധാരണ പോലെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് കണക്കാക്കിക്കോളൂ. ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ള ന്യൂസ് ആട്ടോ. ഇതിനി 2 ദിവസം കഴിഞ്ഞാൽ മാറുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ സവിത പറഞ്ഞത് ശരിയായില്ല എന്ന് പറയരുത് കേട്ടോ. ഇപ്പൊ ന്യൂസിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദേവസ്വം തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ്. മാറ്റം സംഭവിച്ചേക്കാം. ഗുരുവായൂർ ക്ഷേത്രമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ അവസാനം വന്നിട്ട് ഒറ്റ ഷഫ്ലിംഗ് ആണ് കേട്ടോ, എല്ലാ ടൈമിങ്ങും മാറ്റും. ഇങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കണേന്ന് പറയും. ആ വികൃതി കുട്ടന് അങ്ങനെയും ചില ശീലങ്ങളുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. അപ്പോൾ അതാണ്, ഇത്രയും ചോദ്യങ്ങളാണ്. ഇനി മുൻപത്തെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയാണെന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നത്. വ്രതം എടുക്കുമ്പോൾ പാൽ കുടിക്കാമോ എന്നാണ് ഷൈനി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാൽ കുടിക്കാം, പാലും പഴവും സ്വീകരിക്കാം എന്ന് തന്നെയാണ് പറയണത് കേട്ടോ. ഈ ഗോതമ്പ് സ്വീകരിക്കരുത് എന്ന് പറയുന്നവർ കൂടി പറയുന്നുണ്ട് പാലും പഴവും കഴിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് യമുന എന്ന ഭക്തയാണ് വീട്ടിൽ എള്ളുതിരി കത്തിക്കാമോ എന്ന്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആരും വീട്ടിൽ എള്ളുതിരി കത്തിക്കുന്നതായിട്ട്. അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും വീട്ടിൽ എള്ളുതിരി കത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, എള്ളുതിരി കത്തിക്കാൻ പാടുമോ ഇല്ലയെന്ന്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല വീട്ടിൽ ആരെങ്കിലും എള്ളുതിരി കത്തിക്കുന്നതായിട്ട് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഗുരുവായൂരിൽ അഹസ് വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യണോ? എത്ര രൂപയാണ്? അതുപോലെ തന്നെ ഗണപതിക്കുള്ള നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാടുമോ? നിറമാല വഴിപാട് കഴിപ്പിക്കാൻ എത്ര രൂപ വേണം? നിറമാല ചെറുത് കഴിപ്പിക്കാൻ എത്ര രൂപയാണ് എന്ന് മറുപടി പറയുമോ എന്നാണ് പത്മിനി ബാലകൃഷ്ണൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അഹസ് വഴിപാട് കഴിക്കാൻ മുൻകൂട്ടി ഷീട്ടാക്കണം. നമ്മൾ നേരിട്ട് ഓൺലൈനിലല്ലാതെ നേരിട്ട് വന്ന് ഷീട്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അതിൻ്റെ സമയം വരുന്നത്. അതല്ല നമ്മൾ ഓൺലൈനിലാണെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഗണപതിക്ക് നമ്മൾ നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. ശുദ്ധമായ നാളികേരമാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ അവിടെ തൊട്ടപ്പുറത്തുള്ള കൗണ്ടറിൽ നിന്ന് വാങ്ങാനും സാധിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. 18 രൂപയോ 15 രൂപയോ എങ്ങാനും ഉള്ളൂ അവിടുന്ന് നാളികേരം വാങ്ങാനായിട്ട്. പക്ഷെ അവിടെ നിന്ന് നാളികേരം വാങ്ങിയാൽ ഒരിക്കലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ചമ്മന്തി അരയ്ക്കാൻ പറ്റില്ല കേട്ടോ. അത് അവരവിടെ പറയുന്നുണ്ട്. ഇത് പറയുന്നത് മാത്രമല്ല, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടിയാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ ചേച്ചിയുടെ മോളുടെ അടുത്ത് പറഞ്ഞു 3 നാളികേരം വാങ്ങിക്കൊണ്ടുവരണം, ടോട്ടൽ 5 നാളികേരം വാങ്ങണം, 2 നാളികേരം ഗണപതിക്ക് ഉടയ്ക്കണം, 3 നാളികേരം ഇല്ലത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കുട്ടി പോയിട്ട് 5 നാളികേരം വാങ്ങി 5 നാളികേരം ഉടച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നാളികേരമൊക്കെ ഉടച്ചു കിട്ടോ ഞാൻ. അപ്പൊ ബാക്കിയുള്ള ബാക്കി നാളികേരം ഒന്നുമില്ല, ഞാനൊക്കെ അവിടെ തന്നെ ഉടച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കൊണ്ടുവരാഞ്ഞേ? നാളികേരം അവിടുന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് അത്ര ശരിയൊന്നും അല്ല. ഗണപതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ പാടുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ചെറിയ മോളായിരുന്നു അപ്പോൾ അന്ന് അത്ര റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ കുട്ടി അവിടെ ഉടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് നിറമാല വഴിപാട് കഴിക്കാൻ. ചെറിയ നിറമാലയ്ക്ക് 200 രൂപയാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രസാദങ്ങളൊന്നുമില്ല, നമ്മുടെ വക മാല ചാർത്തലാണ് കേട്ടോ നിറമാല. എല്ലാ ക്ഷേത്രത്തിലും സന്ധ്യാസമയത്തുള്ളതാണ് നിറമാല. നിറമാലയ്ക്ക് പല ക്ഷേത്രങ്ങളിലും പല രീതികളിലാണ് ആചരിക്കണം കേട്ടോ. ഇവിടെ നിറമാല എന്ന് പറയുമ്പോൾ മാലയ്ക്കാണ് കൂടുതൽ പ്രത്യേകത വരുന്നത്. വലിയ നിറമാലയാണെങ്കിൽ മാലയും വിളക്കും ഉണ്ടാവും. അതല്ല ചെറിയ നിറമാലയാണെങ്കിൽ വിളക്കുണ്ടാവില്ല, മാലയാണ് നമ്മുടെ വക ചാർത്തുന്നത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രസാദങ്ങളൊന്നും ലഭ്യമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ്. ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ എടുത്ത സ്ഥിതിക്ക്
ഞാൻ കഥയൊന്നും പറയണില്ല, കുറേ നേരമായി എന്ന് വിചാരിക്കണം. പിന്നെ ഇന്ന് മാത്രമല്ല, ഞാൻ ഒരുപാട് ഫോർമൽ അല്ലാതെ സംസാരിച്ചു എന്ന് തോന്നുന്നു, നമ്മൾ ലൈവിലൊക്കെ പറയണ പോലെ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. 2 ദിവസം കാത്തിരിക്കൂ. കഥയും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.